എന്താ പറയുക, എന്തൊക്കെയോ മറിമായങ്ങൾ. ഫണ്ട് പാസ്സായതുകൊണ്ട് കിട്ടണില്ല. 21 ലക്ഷം പാസ്സായാലും 14 ഉള്ളൂ. ആ ഉള്ള 14 ലക്ഷം പാസ്സായാലും കമ്പില്ല. ഡ്രെയിനേജിന് സ്ലാബ് ഉണ്ടാകുമ്പോൾ സ്ലാബ് ഇട്ട് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞാൽ വണ്ടി സഞ്ചാരയോഗ്യമായിട്ട് പോകാനുള്ള മണ്ണില്ല. എന്തൊക്കെയോ ഒരാത്ര. പിന്നെ നമ്മൾ ഈ സ്ഥാനാർത്ഥിൻ്റെ പോസ്റ്റൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമാക്കി ഇട്ടപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ എതിർപ്പും, കുറേ ആൾക്കാർ നമ്മളോട് പേഴ്സണലി വിളിക്കുക. ഇത് ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ 10 വർഷം നിങ്ങൾക്ക് തന്നിക്കണേ. നമുക്ക് ആരോടും എതിർപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജയിച്ചു കഴിഞ്ഞാലും തോറ്റു കഴിഞ്ഞാലും ഇനിയിപ്പോൾ എങ്ങനെ പുറത്താക്കി കഴിഞ്ഞാലും നമുക്കൊരു ഉള്ളിലൊരു പാർട്ടി ഉണ്ട്. ആ പാർട്ടി ഉള്ളിൽ നിന്ന് പോകില്ല. അത് ഞാൻ എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ ആ മനസ്സിൽ നിന്ന് പോകില്ല. പക്ഷേ നമ്മളെ ഇത്തവണ നമ്മളെ പ്രതിഷേധം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അറിയിക്കുകയാണ്. ചിലപ്പോൾ അതുകൊണ്ട് പല ആളുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം. നമ്മളതൊന്നുമല്ല. നമ്മൾ ഇനി ആരും കയ്യും കാലും പിടിക്കാൻ പോകുന്നില്ല. ഇതോടുകൂടി എല്ലാ കയ്യും കാലും പിടിച്ചത്. ഇന്നലെ നമ്മളെ പിള്ളേർ തന്നെ എല്ലാവരും ചേർന്നിട്ട് അവരെ നിർബന്ധപ്രകാരം അവരെന്നെ ഫ്ലക്സൊക്കെ അടിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒരു മാറ്റം. അത് ആർക്കാണെങ്കിലും ഒരു മാറ്റം. നിങ്ങൾക്ക് ഈ വാർഡ് എന്നല്ല, ഏത് വാർഡാണെങ്കിലും നമ്മൾ ഒരു പാർട്ടിയെ വിശ്വസിച്ച് നമ്മൾ ജനസേവകരെ കൊണ്ടുവരും. ജനങ്ങളെ സേവിക്കാനാണ്, അവരെ സേവിക്കാനല്ല. ഇപ്പം ഏത് വാർഡിലാണെങ്കിലും ഇത്തരം പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു തവണ അത് ലീഗ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കരടിലെ കണ്ണാണെങ്കിൽ അവർക്കെതിരെ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമാണ്. മാറി ചിന്തിച്ചേ പറ്റും. ഒരിക്കലും മാറി ചിന്തിച്ചാൽ എന്താ പറയുക, പിന്നെ ഓരോ വർഷവും ഓല് നിൽക്കുമ്പോഴും ഓൽക്കൊരു മനസ്സിനുള്ളിൽ ഒരു പേടി ഉണ്ടാവും. എന്താ പറയുക, എന്താ പേടി? നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു പേടി. ആ ഭയം എല്ലാ വാർഡിലും, അതായത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി എന്നല്ല, കേരളത്തിന് അങ്ങേ തൊട്ട് ഇങ്ങേ തരമുള്ള എല്ലാ പഞ്ചായത്തിലും നമ്മളത് കാണണം. കാരണം എന്താ വെച്ചാൽ അത്രക്കും നമ്മൾ ഒരു പാർട്ടിനെ വിശ്വസിക്കില്ല. പാർട്ടിയല്ല പാർട്ടിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു പാർട്ടിയിലുള്ള ചില ആളുകളാണ് പാർട്ടിയെ നയിക്കേണ്ടതും. അവർ പോകണം. അതുകൊണ്ടാണ് ഒന്നും ഇവിടെ നടക്കാത്ത. എല്ലാ സ്ഥലത്തും ഓരോ സ്ഥലത്തും പ്രശ്നമുണ്ട്. CPM ഭരിക്കുന്നിടത്ത് പ്രശ്നമുണ്ട്, BJP ഭരിക്കുന്നിടത്ത് പ്രശ്നമുണ്ട്, ലീഗ് ഭരിക്കുന്നിടത്ത് പ്രശ്നമുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. അത് അവരെ കുത്തകയാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങനെ നമുക്കുള്ള അഹങ്കാരം കൂടാറില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം അഹങ്കാരികളാണ് നമ്മളെ ഭരിക്കേണ്ടത്. നമ്മൾ കാരണം ഈ വിജയിൻ്റെ ഒരു സിനിമയിലുണ്ട്, 5 വർഷം ഓല് നമ്മളെ ഭരിക്കും, പക്ഷെ 1 വർഷം അത് നമ്മളെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഒരു ദിവസം ഈ വരാൻ പോണ ഇലക്ഷനിൽ നിങ്ങൾ ഓരോ ഡിവിഷനിലെ ആളുകൾ മാറി ചിന്തിക്കേണ്ട കാര്യമാണെങ്കിൽ മാറി ചിന്തിച്ചേ പറ്റൂ. ഒരു തവണയെങ്കിലും ചിലപ്പോൾ മാറി ചിന്തിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല, നടക്കുന്ന ഉറപ്പില്ല. പക്ഷെ എന്താണ്, ഒരു പേടി അത് ഓൽക്കുണ്ടാവും. അതാണ് എനിക്ക് ഇത്രയും പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ മാത്രമാണ് പറഞ്ഞത്. കാരണം നമുക്ക് ആരോടും എതിർപ്പില്ല. നമ്മളിപ്പോഴും നിൽക്കുക, നമ്മൾ പോസ്റ്റും ഇതൊക്കെ വെക്കണം, നമ്മൾ ആരോടും എതിർപ്പില്ല. എന്നെ എപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് പല ആളുകളുണ്ടാവും, നമ്മളെ ഡിവിഷനിലെ ആളുകളുണ്ടാവും. എനിക്ക് വോട്ട് തരാണെങ്കിൽ തരാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ പ്രതിഷേധം അറിയിക്കണം. ഇത്രയും ഈ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ നമ്മൾ നേടുകയെന്ന് വെച്ചാൽ, ഞാനൊരു LDF കാരനല്ല. ഞാൻ LDFന് എതിര് നിൽക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സത്യത്തിൽ ഒരു ലീഗുകാരനാണ്. അതിനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഇലക്ഷൻ കഴിഞ്ഞാലും ഇനി എന്നെ പാർട്ടി പുറത്താക്കിയാലും ഇവിടെ നേതാക്കന്മാരെ പറഞ്ഞത് നമ്മളെ മനസ്സിനുള്ളിൽ നമ്മളെ കായികമില്ലത്തും ഷിയാബ് തങ്ങളും ഹൈദരലി തങ്ങളും അങ്ങനെ നമ്മളെ ലീഗിൻ്റെ നേതാക്കന്മാരും ഇവരൊക്കെ തന്നെയാണ്. അത് നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങനെ നമ്മൾ പോക്കുക, അതങ്ങനെ പോവില്ല. പക്ഷേ എന്നെ പിന്തുണ അറിയിച്ചിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ അവരോടൊക്കെ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനല്ല. ഞാൻ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കില്ല. നിങ്ങൾക്ക് എനിക്ക് വോട്ട് തരാതിരിക്കാം, അത് നിങ്ങളിഷ്ടം. പക്ഷേ ഒരിക്കലും എൻ്റെ പേര് ഒരു LDF സ്വതന്ത്രനോ അങ്ങനെ LDF സ്ഥാനാർത്ഥിയോ അങ്ങനെ ഒരു പേര് എൻ്റെ മരണം വരെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർട്ടിക്ക് എതിരല്ല. പാർട്ടിയിലെ ഇപ്പോഴത്തെ ചില എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, അതായത് പാർട്ടി ലേബലിൽ ജയിച്ചു പോയി പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ചില നേതാക്കന്മാർക്കെതിരെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെയുള്ള ഒരു നേതാക്കന്മാരും മുനിസിപ്പൽ നേതാക്കന്മാരും നമ്മളെ മെമ്പർമാരും ഇനിയിപ്പോൾ MLAക്ക് പോലും അറിയുന്നൊരു വിഷയമാണ് ഈ നമ്മളോട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഫേമസ് റോഡാണ്. അത് അറിയിച്ചിട്ടില്ല. 10 വർഷമായിട്ട് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും പ്രയാസങ്ങൾ പറയുന്നൊരു സംഭവമാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും വരും. ഭയങ്കര രസം, കോമഡി അല്ല, ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ച് ഉദ്യോഗസ്ഥരായിട്ട് വരും. കുറേ ഇവിടുന്ന് അവിടെ വരെ ടാപ്പ് ചെയ്ത് നമ്മളെ കൊണ്ട് അളപ്പിക്കും, നമ്മൾ അളക്കും വരും, ഇവർ പോവും.
പിന്നെ കുറച്ച് പ്രതിഷേധം കൂടുമ്പോൾ വീണ്ടും വരും. ഇവിടെ ഒക്കെ എല്ലാത്തിനും വരുമ്പോൾ ഇവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണത്. അത് സത്യം ഒരു കൈ തന്നെയാണ്. ഏറ്റവും വലിയ കോമഡി ഇവർ എല്ലാവരും വന്ന് നമ്മളൊക്കെ കൂട്ടി നിർത്തി കാണുന്ന ഫോട്ടോ ഒക്കെ ലാസ്റ്റ് നമ്മളെന്ത് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഡെപ്യൂട്ടി കളക്ടർ എല്ലാ സമയത്ത് വന്ന സമയത്ത് ഇതേപോലെ വന്നുകാണ്ട് ഇവർ ഇതേപോലെ വിളിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരും വേണ്ട, ഇനി ഫോട്ടോ എടുക്കാൻ നിങ്ങൾ തന്നെ ഫോട്ടോ എടുത്തോളൂ, ഞങ്ങളായി കൂട്ടണ്ട, ഞങ്ങൾക്ക് ഫോട്ടോ അല്ല വേണ്ടത്, ഞങ്ങൾക്ക് റോഡ് എന്നാ വേണ്ടത്. അന്ന് ഈ പറഞ്ഞതിന് പുറത്ത് ഇവർ വന്നുകൊണ്ട് അവരെന്നെ കുറച്ച് നേതാക്കന്മാരും ഇവിടെയുള്ള ഭരിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ട് ഓര് പോയിട്ട് ഇപ്പോൾ 3 മാസം 4 മാസമായി. ഇപ്പം നമ്മളെ ഈ സ്ഥാനാർത്ഥി ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് വീണ്ടും ഇവർ വന്നു. വീണ്ടും പേരെ വന്നുകൊണ്ട് ഇവർ കുറേ താഴെന്ന് കുറേ വർത്താനം പറഞ്ഞു. ഇവിടുന്ന് നമ്മൾ 2 ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത് ഓര് പോയിട്ട് മറ്റന്നാൾ നിങ്ങൾ പറഞ്ഞ പോലെ താഴത്തുനിന്ന് കൂച്ചാൽ ഡ്രൈനേജ് താഴത്തുനിന്ന് വർക്ക് കൊടുക്കുമ്പോൾ ഒറ്റ പോക്കാണ് പോയതാ. എന്നാൽ അന്ന് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇവിടുത്തെ മുനിസിപ്പൽ നേതാവ് പോസ്റ്റൊക്കെ ഇട്ട് ഉടനെ പരിഹരിക്കണം, എല്ലാം പരിഹരിക്കണം, താഴത്തുനിന്ന് വർക്ക് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അന്ന് ഒരു ഞായറാഴ്ച ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു വോയിസ് മെസ്സേജ്, മക്കളെ അത് നടക്കൂല മക്കളെ ഒരു മെസ്സേജ് വന്നു. അതായത് ആ ആൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു പിന്നെ എന്ത് വലക്കൊക്കെയാണ് അയാൾ വന്നുകാണ്ട് ചെയ്യാറ്, നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഗ്രൂപ്പിൽ വോയിസ്. അത് ഇന്നോട് പല ആൾക്കാരും എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയാണ്. അന്ന് ഫോട്ടോ എടുത്ത് പോയി. ഇപ്പം ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല. 8 ലക്ഷം പാസ്സായിക്കണ്, 14 ലക്ഷം MLA കൊണ്ട് 8 മറ്റേ 14 ആയിക്കണ്. ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 14 ലക്ഷം കൊണ്ട് ഇവിടെ മാത്രം ചെയ്യാൻ വേണ്ടാറ്. എല്ലാ ഫണ്ടും കിട്ടിയിട്ട് ഇനിയിപ്പോൾ അതെ നമുക്ക് നിർത്തിയില്ല. ഏതായാലും സഹിച്ച് നമ്മൾ 10 കൊല്ലമായിട്ട് നല്ലോണം സഹിച്ച്, കഴിഞ്ഞ 5 വർഷമായിട്ട് നല്ലോണം സഹിച്ച്, അതിനും രൂക്ഷമായിട്ട് സഹിച്ചു. അപ്പം ഇനി അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കിട്ടിയിട്ട് സബൂറായിട്ട് സാവധാനം നല്ല മട്ടത്തിൽ നല്ല സ്ലാബും കമ്പിയൊക്കെ ഉള്ള നല്ല ഉഷാറ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ മാറി ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ചിന്തിച്ചതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ അല്പം എന്തെങ്കിലുമൊക്കെ ഒരു മറിച്ചിലൊക്കെ സംഭവിക്കും. ആ സംഭവിക്കുമ്പോൾ നമ്മളൊരു പ്രതികാര ബുദ്ധിയോടുകൂടി നമ്മളോട് പറഞ്ഞു ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാവരും സഹകരിച്ചിട്ട് പിരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ആരും വരും വേണ്ട, അത്രേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വികസനം എന്ന് പറയാൻ എന്താ വെച്ചാൽ ഇവിടെ സത്യം പറഞ്ഞാൽ വികസനം അങ്ങനെ തിരുങ്ങാടി കഴിഞ്ഞ ഒരു 5-10 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി ആയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഇതിപ്പം അതുപോലെ ഒരു 50% നടക്കാതെ ആയിട്ടുണ്ട്. അതായത് നമ്മൾ മുനിസിപ്പാലിറ്റി സത്യം പറഞ്ഞാൽ പഞ്ചായത്ത് തന്നെ ആയാൽ മതിയായിരുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിൽ. മുനിസിപ്പാലിറ്റി അതിൻ്റെ ശേഷം ഇവിടെ ആരെയൊന്നും നടക്കണില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ പ്രാഞ്ചേട്ടന്മാരെ പോലെ നടക്കുകയാണ്. അതായത് എൻ്റെ ഒരു സിനിമ പറഞ്ഞില്ല, എന്താണ് എൻ്റെ മുഖം അങ്ങനെ എന്താണ് ഒരു കമൻറ്റ് ഭയങ്കര രസമുള്ള ഒരു ഇതാണ്. അതേപോലെയാണ് ഒക്കെ ഞാൻ തന്നെ ഇറങ്ങാണ്ട് കുറച്ച് നടക്കുന്ന കുറേ പ്രാഞ്ചി കൂട്ടന്മാർ ഇവിടെ ഉണ്ട്. ഓല അവിടെയും ഇവിടെ കുറച്ച് ചിലപ്പോൾ ഇൻ്റർലോക്ക് ഇടും, ഞാൻ കുറച്ച് ചിലപ്പോൾ അവിടെ ഒരു സെൽഫി പോയിന്റിൻ്റെ ബോർഡ് വെക്കും. അങ്ങനെ കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇൻ്റർലോക്ക് ഇട്ട ചിലർക്ക് നമ്മൾ ചെയ്യേണ്ടതല്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം കാരണം നടവഴികളൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഒരുപാട് പ്രയാസം രോഗികളൊക്കെ ഉള്ള ഇടവഴി അതൊക്കെ ചെയ്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞില്ല. അതൊക്കെ ആസ്തി വികസനത്തിൽ അതൊക്കെ ചെയ്തതായിരിക്കാം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ ഒരിക്കലും നിന്ദിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും വളരെ അതിലും ദാരുണമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അവരും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ സഹായിക്കാനും എല്ലാവരും ശ്രമിക്കാനാണ് നോക്കേണ്ടത്. ഇതെല്ലാം ഞാൻ തന്നെ അതുകൊണ്ട് പ്രാഞ്ച് കളിച്ച്, അതായത് ഏറ്റവും വലിയ കോമഡി ഇപ്പോഴത്തെ ഇവിടെ കരിമ്പിൽ പ്രദേശത്ത് ഒരു റോഡ് എത്രയോ വർഷങ്ങളായിട്ട് 2 അങ്ങാടിയെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് ഭയങ്കര ടാർ ചെയ്തപ്പോൾ ഭയങ്കര സംഭവമായിട്ട് കരഘോഷങ്ങളോട് കൂടി ഭയങ്കര റിബണൊക്കെ കെട്ടിയിട്ട് റോഡ് കാണുക ചെയ്ത് ഞാൻ പോലും അന്ന് അവരുടെ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് റോഡ് എത്ര വർഷങ്ങളായിട്ട് സഞ്ചാരയോഗ്യമായി നടക്കുന്ന റോഡ് എത്ര വർഷം റോഡ് കംപ്ലൈൻ്റ് ആയിട്ട് വർഷങ്ങളായിട്ട് ചെയ്യാതെ ഇരുന്നിട്ട് ആ റോഡ് വീണ്ടും ഡീടാറിങ് ചെയ്ത് കാണ്ട് അതൊക്കെ ഉദ്ഘാടനം ചെയ്യില്ല. വല്ല പുതിയ റോഡ് നമ്മൾ പുതിയ സംരംഭം വരികയാണെങ്കിൽ നമുക്കത് ഉദ്ഘാടനം ചെയ്യാം. അത് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അല്ലാതെ വർഷങ്ങളായിട്ടുള്ള റോഡ് വീണ്ടും റിബൺ വെച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് കോമഡി ആവില്ല. അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്ത് ആ റോഡ് മൊത്തം പൊളിഞ്ഞ്, ഏകദേശം താഴ്ഭാഗം കുറേ പൊളിഞ്ഞു. എന്നിട്ട് കോമഡി അല്ല. അപ്പോൾ ഹൈവേക്കാരൊന്നുകാണ്ട് ഇവിടെ താഴെ നമ്മളെ ഇവിടെ ഇറക്കി കൊടുത്തുകൊണ്ട് വെച്ച് റബ്ബറൈസ് ചെയ്യും. അപ്പോൾ അതിന് ട്രോളിംഗ് ആയിട്ട് അവിടെയുള്ള അങ്ങാടിയുള്ള ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് വേറെ റിബൺ വെച്ചുകാണ്ട് വേറെ ഒന്ന് കട്ട് ചെയ്തുകാണ്ട് ഈ ഉദ്ഘാടനം ആദ്യം ചെയ്ത ആൾക്കാരെ ഒരു കോമാളികളാക്കി കണ്ടൊന്ന് കട്ട് ചെയ്ത് ഭയങ്കര വൈറലായിരുന്നു. എല്ലാ ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന വീഡിയോ. അങ്ങനെ ഓരോ സംഭവങ്ങൾ. അതായത് നമ്മൾ ഇപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ കോൺട്രാക്ടർ വർക്ക് മോശമാണ്, അത് മോശമാണ്. ഈ കോൺട്രാക്ടർക്കാണ് ഇനിയും പണിയെടുക്കുന്നുണ്ട്, ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ റോഡ് ചെയ്യേണ്ടത് ഒക്കെ ഈ കോൺട്രാക്ടർ തന്നെ. പണി മോശമാണെങ്കിൽ അയാൾക്ക് പണിയെടുക്കണം. വേറെ തിരുവങ്ങാടി മുനിസിപ്പാലിറ്റി വേറെ കോൺട്രാക്ടർമാരില്ലേ, അയാൾക്ക് തന്നെ പണിയെടുക്കുള്ളൂ. അപ്പം അങ്ങനെ പണിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോട്ടെ ഇതിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ടെന്ന്. അതൊക്കെ തന്നെയാണ് ഇവിടെ പറയാനുള്ളത്.
ഇനിയിപ്പോൾ ചുള്ളിപ്പാറ റോഡ് എന്ന് നന്നാക്കും എപ്പോൾ നന്നാക്കും ഒന്നും പറയാനില്ല. അതേ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ താഴത്തെ 13 ഡിവിഷനിലെ റോഡുണ്ട്. ആ റോഡ് ഞാൻ അത് ടാർ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ സൈഡിൽ പോയപ്പോൾ മറ്റേ അവിടെ താഴ്ന്നൊരു വളവുണ്ട്. അവിടെ ഒരു പലചരക്ക് പീടിൻ്റെ തൊട്ട് മുമ്പ് ഒരു വളവുണ്ട് ടേണിങ്. അവിടെ ഇതുവരെ ടാർ ചെയ്ത് പോയാണ്. ഇപ്പോൾ ഏകദേശം അവിടെയും കുഴിയായി വരുന്നുണ്ട്. അത് ഇതേ കോൺട്രാക്ടർ തന്നെയാണ് തോന്നുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കോൺട്രാക്ടർ കുഴിക്കാനാണ് കരാർ എടുക്കണമെന്ന് തോന്നുന്നുണ്ട്, ടാർ ചെയ്യാനല്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ മാത്രമാണ് പറഞ്ഞത്. കാരണം നമുക്ക് ആരോടും എതിർപ്പില്ല. നമ്മളിപ്പോഴും നിൽക്കുക, നമ്മൾ പോസ്റ്റും ഇതൊക്കെ വെക്കുന്നത് നമ്മൾ ആരും എതിർപ്പില്ല. എന്നെ എപ്പോൾ പറഞ്ഞതല്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നെ ജയിപ്പിക്കാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് പല ആളുകളുണ്ടാവും, നമ്മളെ ഡിവിഷനിലെ ആളുകളുണ്ടാവും. എനിക്ക് വോട്ട് തരാണെങ്കിൽ തരാം, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ പ്രതിഷേധം അറിയിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.